ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടങ്ങിയിരിക്കുന്നു സന്നിധാനം. അപ്പോൾ നാളെ വൈകിട്ട് 5 മണിക്ക് നട തുറക്കുന്നതോടെ ഇത്തവണത്തെ തീർത്ഥാടന കാലത്തിന് തുടക്കമാകും. റിപ്പോർട്ട് കാണാം. പമ്പയും സന്നിധാനവും സ്വാമി അയ്യപ്പ വിളികളാൽ മുഖരിതമാകുന്നു. അവസാനവട്ട ഒരുക്കങ്ങൾ തകൃതി. മുൻ വർഷത്തെ അപേക്ഷിച്ച് നിരവധി മാറ്റങ്ങളാണ് ഇത്തവണ ദർശനത്തിനായി ദേവസ്വം ബോർഡും സർക്കാരും ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദർശന സമയം 16 മണിക്കൂറിൽ നിന്നും 18 ഉയർത്തി. പ്രതിദിനം 80,000 പേർക്ക് ദർശന സൗകര്യമുണ്ടാകും. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്ക്. ശബരിമല ദർശനം പൂർണ്ണമായും വെർച്വൽ ക്യൂ വഴി ആക്കിയതിനു ശേഷമുള്ള ആദ്യ മണ്ഡല മകരവിളക്ക് കാലമാണിത്. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡും വിവിധ സർക്കാർ വകുപ്പുകളും നടത്തുന്നത്. സ്പോട്ട് ബുക്കിംഗ് ഇല്ല. പകരം നേരിട്ടെത്തുന്നവർക്ക് ബുക്ക് ചെയ്യാൻ 3 ഇടങ്ങളിൽ തത്സമയ ഓൺലൈൻ കൗണ്ടറുകൾ ഉണ്ടാകും. പമ്പ, വണ്ടിപ്പെരിയാർ, എരുമേലി. മുൻകാലത്തെ പോലെ പമ്പ ഗണപതി ക്ഷേത്രത്തോട് ചേർന്നുള്ള മണ്ഡപത്തിലാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് വരുന്നവർക്കുള്ള സ്ക്രീനിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണത്തെ പ്രത്യേകത, ബുക്ക് ചെയ്ത് വരുന്നവർക്ക് അതിൻ്റെ പാസ് മാത്രം പോരാ, ആധാർ കാർഡും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒറിജിനലോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റോ കൊണ്ടുവന്നാൽ മാത്രമേ അകത്തേക്ക് പ്രവേശനമുള്ളൂ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ചിലത് പൂർത്തിയായി കഴിഞ്ഞു. വൃശ്ചികം 1 3 മണിക്ക് നട തുറക്കും. 1 മണിക്ക് നട ഉച്ചയ്ക്ക് അടയ്ക്കുകയും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് തുറന്ന് 11 മണിക്ക് അടയ്ക്കുന്നു. സോപാനത്ത് 18-ാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. ആചാരവിരുദ്ധമാണത്. തിരക്ക് കൂടുതലുള്ള സമയത്ത് ഭക്തർക്ക് വിശ്രമിക്കാൻ പമ്പയിൽ കൂടുതൽ നടപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട്. അധികമായി 6 നടപ്പന്തൽ സജ്ജമാക്കി. ജർമ്മൻ പന്തലും തയ്യാറാണ്. 8,000 പേർക്ക് പമ്പയിൽ സുരക്ഷിതമായി നിൽക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. പാർക്കിങ്ങിന് നിലയ്ക്കലിന് പുറമെ എരുമേലിയിലും സൗകര്യമുണ്ട്. നിലയ്ക്കലിൽ ഇത്തവണ 10,000 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനാകും. സുരക്ഷയ്ക്ക് 13,500 പോലീസുകാരുടെ സേവനമുണ്ടാകും. അതേസമയം 18-ാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ലെന്നും നേരിട്ട് ദൃശ്യങ്ങൾ പകർത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്നും PS പ്രശാന്ത് അറിയിച്ചു. പരിമിതികൾക്കുള്ളിലും പരമാവധി പ്രശ്നങ്ങൾ പരിഹരിച്ച് സുഗമമായൊരു തീർത്ഥാടന കാലമാണ് ദേവസ്വം ബോർഡ് ലക്ഷ്യമിടുന്നത്. പമ്പയിൽ നിന്നും സഞ്ജയ് ഇക്ബാലിനൊപ്പം അജീഷ് ജയകുമാർ, 24.